മലപ്പുറം കീഴുപറമ്പ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പെൺകുട്ടി മരിച്ചതിൽ അരീക്കോട് താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം. കടുത്ത പനിയും തളർച്ചയും ഉണ്ടായിട്ടും ആവശ്യമായ ചികിത്സ നൽകിയില്ല. മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഗൗനിച്ചില്ലെന്നും ദിയ ഫാത്തിമയുടെ കുടുംബം ആരോപിച്ചു. ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മലപ്പുറം DMO പ്രതികരിച്ചു. മീഡിയ 1 എക്സ്ക്ലൂസീവ്. കടുത്ത പനിയും ക്ഷീണവും ശരീരവേദനയുമായി ദിയ ഫാത്തിമ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഡിസംബർ 19, 20 തീയതികളിൽ. രോഗം കൂടിയതിനെ തുടർന്ന് രണ്ടാം തവണ ചികിത്സക്കെത്തിയപ്പോൾ വേണ്ട പരിചരണം നൽകിയില്ല എന്നാണ് പരാതി. അവിടെ വന്നപ്പോൾ ആ ഡോക്ടർ ആ കാര്യം മെയിൻ ചെയ്തില്ല. ഇന്നലെ വന്ന ആ ചികിത്സ സുഖമില്ലാഞ്ഞിട്ടാണ് വന്നതെന്നുള്ള ആ പരിഗണന പോലും കാണിച്ചില്ല. അങ്ങനെ എല്ലാ സൂചനകളും നമ്മൾ കാണിച്ചു പറഞ്ഞു കൊടുത്തിട്ടും പോലും മൈൻഡ് ചെയ്തില്ല ഡോക്ടർ. നോക്കാതെ തന്നെ പിന്നെ മരുന്നും പറഞ്ഞു ഡോക്ടർ പോവുകയാണ് ചെയ്തത്. ദിയ ഫാത്തിമയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം മൂർച്ഛിച്ചിരുന്നു. ഡിസംബർ 26 കീഴുപറമ്പ് GVHSS +2 വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ മരണത്തിന് കീഴടങ്ങി. ചികിത്സയിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് മലപ്പുറം DMO അവകാശപ്പെട്ടു. രോഗി താലൂക്ക് ആശുപത്രിയിലെത്തുമ്പോൾ അമീബിക് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും DMO വിശദീകരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് 2024 ജൂലൈയിൽ മാർഗനിർദ്ദേശം ഇറക്കിയിരുന്നു. ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. രോഗത്തിന്റെ ഗൗരവവും ലക്ഷണവും വിശദീകരിക്കുന്ന മാർഗനിർദ്ദേശത്തിൽ ചികിത്സയിൽ ഉൾപ്പെടെ പുലർത്തേണ്ട ജാഗ്രതയും വിശദീകരിക്കുന്നുണ്ട്. മീഡിയ 1 മലപ്പുറം.